എന്തൊക്കെ ബഹളങ്ങളായിരുന്നു നാട്ടിൽ. മാണി മുഖ്യമന്ത്രി മോഹം ഉപേക്ഷിച്ചു എന്ന് മനസ്സിലാക്കിയ ആ നിമിഷം കുറ്റപത്രം തന്നെ കീറിക്കളഞ്ഞില്ലേ? അതുകൊണ്ടൊക്കെ എന്താണ് കാര്യം എന്നതാണ് മാണിയുടെ ഉള്ളിലെ വേദന. ബാർക്കോഴയുടെ പൊട്ടും പൊടിയും ഒന്നുമില്ലെങ്കിൽ കെ എം മാണി ഇന്ന് ആരായി ഇരിക്കേണ്ട ആളാണ്? ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ആരും ചോദിച്ചു പോകും. നിയമസഭ സാമാജികത്വത്തിന്റെ 50-ാം വർഷം, അതിൽ 1/4 നൂറ്റാണ്ടോളം മന്ത്രിയായുള്ള ഇരിപ്പ്, ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രി, നിയമമന്ത്രി, ഇങ്ങനെ എന്തൊക്കെ റെക്കോർഡുകളാണ്. ബാർക്കോഴയുടെ കാലത്തും ഉമ്മൻചാണ്ടിയും കൂട്ടരും കെ എം മാണിയെ വിസ്തരിച്ച് ആദരിച്ചു കളഞ്ഞു. അവർ ഈണത്തിൽ മാണിപ്പാട്ടുകൾ പാടി. പാട്ടിലേക്കും കഥയിലേക്കും കടക്കും മുമ്പ് സാർ പദവി നൽകലാണ്. കുഞ്ഞുഞ്ഞും കുഞ്ഞാലിക്കുട്ടിയും ചെന്നിത്തലയും കൂടി സാർ വിളിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മാണി സാറിന്റെ ജീവിതം തന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ ഒരു കാരുണ്യമാണ്. നമ്മുടെ മാണി സാറാണ്. മാണി സാറിന് മാത്രം അഭിമാനിക്കാൻ കഴിയും. മാണി സാറിന് മാത്രം. ജീവിതം കൊണ്ട് മാണി സാറ് അർപ്പിച്ച, ജനങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച വലിയ വലിയ സേവനങ്ങൾ. ശ്രീ മാണി സാറിനെ അടിക്കാൻ ചെറിയ വടിയൊന്നും മതിയാവൂല എന്നുള്ളത് ഇപ്പൊ പ്രതിപക്ഷത്തിനും മനസ്സിലായിട്ടുണ്ടാവും. കർഷകന്റെ പേര് പറയുന്ന എന്ന് പറഞ്ഞുകൊണ്ട് മാണി സാറിന്റെ ജീവിതം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഒരു അത്ഭുതമാണ്. അതും ഇതും പറഞ്ഞിട്ടൊന്നും കലക്കാൻ പറ്റുന്നതല്ല മാണി സാറിന്റെ സേവനം. മാണി സാറിന്റെ 50 വർഷം. അല്ല സാറേ, സാറെന്നെ പണ്ട് ഒരുപാട് സാറേന്ന് വിളിച്ചിട്ടുള്ളല്ലേ? സാറൊക്കെ പഴയ സാറല്ല, പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ. മാണി സാറിനോടെയാണ്. മാണി സാറിന്റെ പണം അനുവദിക്കുന്ന കാര്യത്തിൽ മാണി സാറ് ഒരു ലോഭവും കാട്ടിയിട്ടില്ല. സാറിന് ഇനിയും വളരെയേറെ കാര്യങ്ങൾ മാണി സാറിന് കഴിഞ്ഞു എന്നുള്ള മാണി സാറിന്റെ നമ്മുടെ മാണി സാറാണ്. മാണി സാറിന് നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി സാറേ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം. വരട്ടെ സാറേ. വെറുതെ സാറേ. എന്താ സാറേ? വീട്ടു സാറേ. സാറേ നിർത്തണം നിന്റെ ഈ സാറ് വിളി. സാറിന്റെ രഹസ്യങ്ങളൊക്കെ അറിയാവുന്നവർ കൂടിയാണ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. സാർ പദവി നൽകിയതിനു ശേഷം വാഴ്ത്തുപാട്ടുകളാണ്. 50-ൽ തുടങ്ങി 1 കോടിയും കടന്ന് ബാർക്കോഴ വരെ നീളുന്ന മാണിപ്പാട്ടുകൾ. 50 വിളക്കുകൾ ഇവിടെ കത്തിക്കുന്നു, 50 പേർക്ക് സഹായം നൽകുന്നു, 50 പേർക്ക് ചികിത്സാ സഹായം നൽകുന്നു, 50 വീടുകൾ വെച്ചു കൊടുക്കുന്നു. ഒരാൾക്കും നേടിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത ഒരു വലിയ നേട്ടമാണ്. ഒരേ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരേ സഭയിലേക്ക് 50 വർഷം 12 തെരഞ്ഞെടുപ്പുകൾ. ആ റെക്കോർഡുള്ള ഒരേ ഒരു നേതാവ്. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ ചെലവും വഹിക്കണം, ഞങ്ങളെ പരിചരിക്കണം, ഞങ്ങൾക്ക് വിടുവേല ചെയ്യണം, ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കണം. പറ്റുമോ? പറ്റും. 1965 ആദ്യമായി നിയമസഭയിലേക്ക് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്. എനിക്കന്ന് 8 or 7 വയസ്സ് മാത്രം. 1965 നിയമസഭ കൂടിയില്ല. ആർക്കും ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് നിയമസഭ പിരിച്ചുവിട്ടു. 1967 വീണ്ടും മാണി സാറ് നിയമസഭയിലേക്ക് വരുന്നത്. യാതൊരു തടസ്സവുമില്ലാതെ 1/2 നൂറ്റാണ്ട് കാലം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ കഴിഞ്ഞ മാണി സാറിനെ കേരള ജനത തീർച്ചയായും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണാവോ? എന്റെ വളരെ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു പാദസേവ ചെയ്യിക്കണമെന്ന്. ഇന്നത് നടന്നു. അദ്ദേഹം റെക്കോർഡുകളുടെ രാജാവാണ്. 50കളുടെ നിരവധി റെക്കോർഡുകളാണ് മാണി സാറ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പാർലമെന്ററി ജീവിതത്തിന്റെ, രാഷ്ട്രീയ ജീവിതത്തിന്റെ ഇടയിൽ. ആ റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ചെയ്യാൻ
ഒരാൾക്കേ സാധിക്കുള്ളൂ. ഇനി വേറെ ആരും അതിൻ്റെ ഒപ്പം ഓടിയാൽ എത്തൂല. അത് മാണി സാറിന് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. 38 വർഷം മുമ്പ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. കട്ട കുറ്റത്തിന് കക്കാത്ത കുറ്റത്തിന് തൊണ്ടു മുതലെടുപ്പിക്കാൻ അങ്ങനെ പലതിനും കേരളത്തിലെ ഒട്ടുമിക്ക പോലീസുകാരും എന്റെ മേലാസകലം കയറി ഇറങ്ങിയിട്ടുണ്ട്. 38 വർഷങ്ങൾക്ക് മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഇന്നത്തെ മാണി സാറ്. ആ റെക്കോർഡുകളുടെ കൂട്ടത്തിൽ മഹത്വമേറിയ റെക്കോർഡ് കൂടെ ഇന്ന് സ്ഥാപിച്ചെടുക്കുക. 30 വർഷം മുമ്പ് ശ്രീ കെ കരുണാകരന്റെ മന്ത്രിസഭയിൽ മാണി സാറിനോടൊപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി ഇരിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് എതിരെ അതിശക്തമായ കൊടുങ്കാറ്റടിപ്പിക്കാൻ പലരും ശ്രമിച്ചു. ചില വാർത്തകൾക്ക് ഇടം നൽകി എന്നത് കവിഞ്ഞാൽ ഉമ്മൻചാണ്ടി മുതൽ ചെന്നിത്തല വരെയുള്ള കോൺഗ്രസുകാരുടെ മാണിപ്പാട്ട് കേട്ട് എന്തെങ്കിലും സംശയം തോന്നുകയോ അവിശ്വാസം ഉയരുകയോ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി കെ.എം. മാണി തന്നെ നേരിട്ട് പ്രത്യേകം ആത്മകഥാവതരണം നടത്തുന്നു. വിദ്യാഭ്യാസ കാലം മുതൽ ഇങ്ങോട്ടുള്ള ആ കഥ ഇങ്ങനെ. ഞാൻ കഴിഞ്ഞ 12 തെരഞ്ഞെടുപ്പുകളിൽ പാലാ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടുകയുണ്ടായി. ഇവിടെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ദിവസം അംഗമായി പ്രവർത്തിക്കുവാനും കഴിഞ്ഞു. ധനം, നിയമം, ആഭ്യന്തരം, റവന്യൂ, വൈദ്യുതി, ജലസേചനം, ഗതാഗതം, തുറമുഖം, നഗരകാര്യം, ഭവന നിർമ്മാണം എന്നിങ്ങനെ പ്രധാനപ്പെട്ട ഒട്ടേറെ വകുപ്പുകൾ വിവിധ കാലഘട്ടങ്ങളിലായി കൈകാര്യം ചെയ്യുവാൻ എനിക്ക് അവസരം ലഭിച്ചത് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ മദ്രാസ് ലോ കോളേജിൽ നിന്നും നിയമബിരുദം എടുത്ത ശേഷം അഭിഭാഷകനായി ചേർന്നത് മുതൽ രാഷ്ട്രീയ പ്രവർത്തകനായി ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഘടകത്തിൽ ഒരു സാധാരണ പ്രവർത്തകനായിട്ടാണ് വന്നത്. ഞാൻ വാർഡ് പ്രസിഡൻ്റായിരുന്നു, മണ്ഡലം പ്രസിഡൻ്റായിരുന്നു, നിയോജക മണ്ഡലം പ്രസിഡൻ്റായിരുന്നു, KPCC മെമ്പറായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ. ആ നിലയ്ക്ക് പടിപടിയായിട്ട് ആണ് വന്നത്. പിന്നീട് കേരള കോൺഗ്രസിൻ്റെ ആവിർഭാവത്തോടുകൂടി കേരള കോൺഗ്രസ് MLA ആയി, പാർട്ടി ചെയർമാനായി. അങ്ങനെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിവിധ രീതികളിൽ വിവിധ തലങ്ങളിൽ സേവനം ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. 1964 കോട്ടയം DCC സെക്രട്ടറിയായി ആ വർഷം ഒക്ടോബർ 9 കേരള കോൺഗ്രസ് ജന്മമെടുത്തത്. അന്നത്തെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കേരള കോൺഗ്രസിൽ ചേർന്ന് എനിക്ക് ആദ്യം ലഭിച്ച നിയോഗം 65 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതാണ്. അഭിമാനാർഹമായ വിജയമാണ് എനിക്കുണ്ടായത്. എന്തുകൊണ്ടാണ് കെ.എം. മാണി സ്വന്തം ചരിത്രം ഇങ്ങനെ ആവർത്തിച്ച് സ്വയം പറയുന്നത്? ഇടതുപക്ഷത്തേക്ക് പോയി മുഖ്യമന്ത്രിയാകാനിരുന്ന മഹാനെ പിടിച്ച് ബാർക്കോഴയിൽ കുരുക്കി UDF-ൽ തളച്ചിട്ടു എന്ന സിദ്ധാന്തമാണ് ഇവിടെയും വിശദീകരിക്കേണ്ടി വരിക. ഈ സാഹചര്യത്തിൽ സർവത്ര ഒരു അവിശ്വാസമാണ്. കൊട്ടും കുരവയുമായി നടത്തേണ്ടിയിരുന്ന ഈ സുവർണ ജൂബിലിയെ ബാർ പ്രേമികളായ ഏതോ പ്രായോഗികവാദികൾ അട്ടിമറിച്ചുവെന്ന് മാണിക്ക് തന്നെ അറിയാം. സുവർണ ജൂബിലി വർഷത്തിൽ എനിക്കും എൻ്റെ പാർട്ടിക്കും ലഭിക്കാൻ ഇടയുള്ള അംഗീകാരങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും തിളക്കം കുറയ്ക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ പുതിയ മദ്യനയത്തിൽ നഷ്ടം സംഭവിച്ച ചില തൽപര കക്ഷികൾ എനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി നിർഭാഗ്യവശാൽ വാസ്തവം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ചില മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും അതേ പിടിച്ചു. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പുതിയ മദ്യനയത്തെ അട്ടിമറിക്കുന്നത് എന്നെ ഉപകരണമാക്കാൻ നിശ്ചിത താല്പര്യക്കാർ ശ്രമിച്ചു. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ എനിക്ക് കെൽപ്പ് നൽകിയത് അടിയുറച്ച എൻ്റെ ഈശ്വരവിശ്വാസവും ജനപിന്തുണയുമാണ്. ഇനിയിപ്പോൾ അവിടെയും ഇവിടെയും തൊടാതെ ഇങ്ങനെ അട്ടിമറി സിദ്ധാന്തം വിളമ്പി മുന്നോട്ടു പോകാം എന്നേ ഉള്ളൂ. ഉമ്മൻചാണ്ടി സേഫായി കഴിഞ്ഞു. മാണിക്കാണെങ്കിൽ ആ കസേരയിൽ ഒന്നിരിക്കാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കേണ്ടിയും വന്നു. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് വെടിവെപ്പ്. കാരണം കണ്ണൂരിൽ ഒരു സ്ഥിരം പതിവ് കുറെ കാലമായി തുടരുന്നുണ്ട്.